മശായിഖിന്റെ മടിത്തട്ടിൽ വളർന്ന അഹ്ലുസുന്നയുടെ രാജകുമാരനായ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതുകൊണ്ടാണ് ഈ കുരുവട്ടൂരികളെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും ആശങ്ക പറയാറുള്ളത്, ഇവർ ഏതോ മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ അടിമകളാണ് എന്ന്. അല്ലെങ്കിൽ കുരുവട്ടൂർ കേസി അബ്ദുള്ള കൊടുക്കുന്ന വെള്ളവും അവൻ തന്നെ കൊടുക്കുന്ന പുകയും തട്ടിയിട്ടുണ്ടെങ്കിൽ ഇജാദിക്ക് പറയും. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും ജീവിച്ചത് മശായിഖിൻ്റെ മടിത്തട്ടിലാണ്. ഇവർ മശായിഖ് എന്ന് പറയുന്നത് കോമാട്ടുചാടൻ ഔളയെപ്പറ്റിയും ചാത്തമംഗലം സുലൈമാനെ പറ്റിയും അതുപോലെ ഒന്ന് രണ്ട് സൽമാൻഡിയും കോമാണ്ടി എന്നൊക്കെ പറയുന്ന ആളുകളാണ്. അവരൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതാനും കുറച്ച് ആളുകളാണ്. അതിലേക്ക് ചേർത്ത് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയെ ഇവർ ചേർക്കാറുണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ ഷിയാക്കൾ ദുരുപയോഗം ചെയ്യുന്നത് പോലെ ഈ സാധനങ്ങളും ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയെ ദുരുപയോഗം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ CM വലിയുള്ളാഹി ഇവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് ഇവർ പറയുന്ന ആശയങ്ങൾ എന്താ? ഹബീബനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ക്രിസ്താബ്ദം 570 ജീവിക്കുകയും അവിടെ നിന്ന് നുബുവത്ത് ലഭിച്ച ആ ക്രിസ്താബ്ദം 610 വരെ ഒക്കെ മശായിഖന്മാരുടെ, അതായത് ഈ സുലൈമാൻ്റെയും ചാത്തമംഗലം സുലൈമാൻ്റെയും അതുപോലെ ഈ പറഞ്ഞ ചേക്കുട്ടി പാപ്പ എന്നവരെ അവകാശപ്പെടുന്നവരെ മശായിഖ് എന്ന് പറയുന്ന കോമാണ്ടിയും ഒക്കെയാണ് റസൂലുള്ളാഹിനെ വളർത്തിയത് എന്ന്. ഇത് ഇവർക്ക് തന്നെയല്ലേ പറ്റുള്ളൂ വിശ്വസിക്കാൻ. ഇവർ തന്നെയും ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളവും പുകയും തട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ആ പുകയും വെള്ളവും തട്ടിയത് കൊണ്ടാണ് കോമാണ്ടി കൊടുക്കുന്ന വെള്ളം കുടിക്കുകയും കോമാണ്ടിയുടെ പുക ശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം ദുർഗന്ധം ലഭിക്കുന്ന ആശയങ്ങളൊക്കെ ഇവർക്ക് പേറേണ്ടി വരുന്നതും. ഈ ജാതിക്ക് പറയുന്ന നൗഷാണ്ടിയെ പോലുള്ള, അതുപോലെ പമ്പേഴ്സിനെ പോലുള്ള, അതുപോലെ മറ്റേ തെറിയാശാനുണ്ടല്ലോ, തെറിയൂർ കുഞ്ഞമ്മദിനെ പോലുള്ള ആളുകളുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കുന്നതും. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവനും പൈസ വാങ്ങിയിട്ട് മുങ്ങാനും പൈസ വാങ്ങി പറ്റിക്കാനും വിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളെപ്പോലും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം നമുക്കൊന്ന് കേട്ടോക്കാം. നിങ്ങളുടെ ആളുകൾ, പല ആളുകളുണ്ടാവും നമ്മളെ സ്നേഹിക്കുന്നവർ, ശൈഖുനയെ ബഹുമാനിക്കുന്നവർ. അവർ സാമ്പത്തികമായ ഇടപാട് നടത്തിയിട്ട് ആ ഇടപാട് തീർത്തില്ലല്ലോ, അദ്ദേഹം അവിടെ നിന്ന് കടം വാങ്ങിയിട്ടില്ലേ, ഇയാൾ ഇവിടെ നിന്ന് പൈസ കൊടുത്തിട്ടില്ലേ, ഇതാണത്രേ ഇവരിപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന വിഷയം. ഇവരുടെ ആ കാത നോക്കിങ്ങൾ. ഞാൻ അന്ന് വരോട് വാക്ക് പറഞ്ഞിട്ട് എന്താണെന്നറിയും, ഞങ്ങളുടെ പ്രവർത്തകർ പലരും ഉണ്ടാവും. സ്വാഭാവികമാണ്, നമ്മൾ വ്യക്തിപരമായി ബിസിനസ് നടത്തും, പല രൂപത്തിലും സാമ്പത്തികമായ ഇടപാടുകൾ നടത്തും. ചിലതൊക്കെ പറഞ്ഞ സമയത്ത് കൊടുക്കാൻ കഴിയില്ല, ചിലത് കൊടുക്കും. അതിപ്പോൾ ആ സ്വഹാബികളും റസൂലും തമ്മിലുള്ള ജീവിതം തന്നെ എടുത്താക്കിയ പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ കടം വാങ്ങിയ അഹ്റാബി, ജൂതനായ ആൾ, കടം കൊടുക്കാനുള്ള ഡേറ്റ് ആയിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഹബീബായ തങ്ങൾ എടുത്ത് വന്നിട്ട് പറഞ്ഞ് എന്റെ പൈസ തരേണ്ട ഡേറ്റ് ആണെന്ന് ഇന്ന് കിട്ടാതെ ഞാൻ പോകില്ല എന്ന് അവിടെ ഇരുന്നിട്ടില്ലേ. റസൂൽ അവിടെ ഇരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ ഇരിക്കാൻ തുടങ്ങി, ഉച്ചവരെ ഇരുന്നതാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ട്. ലോറിസ്കാൻ കഴിഞ്ഞ് മുമ്പ് പോണില്ല, അസർ വരെ ഇരുന്ന്, മഗ്രിബ് വരെ ഇരുന്ന്, ഇശാ വരെ ഒറ്റ രണ്ടാം ഇരിക്കണമല്ലോ പതിന്. അപ്പോൾ ബാക്കിൽ സഹാബികളൊക്കെ വന്ന് ഇയാൾ ഇങ്ങനെ പേടിപ്പിക്കാൻ തുടങ്ങി. പോയാൽ ധാരാളം ഇരിക്കണം, മുത്ത് റസൂലല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുറച്ച് പൈസ എനിക്ക് തരാണ്ട് നേരിട്ട് ഇവിടെ വന്നിരിക്കുക എന്തെല്ലാം ഷോലുണ്ടാവും. കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. ഹബീബായ തങ്ങൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ കൊടുക്കാനുള്ളതാണ്, ഞാനാ കൊടുക്കാനുള്ളത്. അയാൾ പറഞ്ഞതിൽ ന്യായമുണ്ട്. അതുകൊണ്ട് അയാൾ പറയുന്നത് കിട്ടുന്നവരെ ഇരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാൻ കാശില്ല, കൊടുക്കാൻ പൂരി ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പൈസ ഇല്ല. അതുകൊണ്ട് മൂപ്പർ എപ്പോഴാണോ നീച്ചു പോരുന്നത് അതുവരെ ഞാനിവിടെ ഇരിക്കാനാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം മുഴുവൻ ഇരുന്ന ജൂതൻ പിന്നെ കാലിൽ വീണിട്ട് മുസ്ലിമായ സംഭവമാണ് അതിന്റെ ലാസ്റ്റുള്ളത്. നോക്കൂ, യുക്തിവാദികൾക്കും നിരീശ്വരവാദിക്കും ഇസ്ലാമിനെ തകർക്കാനും പരിഹസിക്കാനും ഒരു വടിയിട്ട് കൊടുക്കുകയാണ് ഈ ചരിത്രത്തിലൂടെ ഇവർ. യഥാർത്ഥത്തിൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം അങ്ങനെയല്ല. അതിനെയും ദുർവ്യാഖ്യാനിക്കുകയും വഞ്ചിക്കാനും വേണ്ടി തെളിവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമൂഹത്തിനെ വഞ്ചിക്കാമെന്നും ഇന്ന ദിവസം പൈസ തരാമെന്ന് പറഞ്ഞിട്ട് മുങ്ങി നടക്കാൻ വേണ്ടി കുരുവട്ടൂർ അബ്ദുള്ളയുടെ ഭാഗത്ത് അതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് മശായിഖിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ വേറൊരു വിഷയം പറഞ്ഞ സമയത്ത് ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി വനിതമാരെ വ്യഭിചരിക്കാൻ പിടിച്ചിരുന്നു എന്ന് പറഞ്ഞത് സിവിക് ചന്ദ്ര എന്ന് പറഞ്ഞ ആൾ ഹൈത്തമിയുമായുള്ള ആ സംവാദത്തിൽ വളരെ പരസ്യമായി പച്ചക്ക് ചോദിച്ചിരുന്നു. അപ്പോൾ ഇസ്ലാമിനെ തകർക്കുന്ന, ഇസ്ലാമിനെ പരിഹസിക്കുന്ന ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾക്ക് വളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ആരിഫ് ഹുസൈനായ കൊമാട്ടുചാലിൽ ഔളയും ഔളൻ്റെ മുരീദുകളും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ചേകന്നൂരും അതുപോലെ ഇവരും തമ്മിലുള്ള വ്യത്യാസം, കാതലായൊരു വ്യത്യാസം എന്ന് മാവിയാണെന്നും ലാരിയാണെന്നുള്ള. ഖുർആനിനെയും സുന്നത്തിനെയും തെറ്റായി വ്യാഖ്യാനിച്ച് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഉണ്ടാക്കി ചേകന്നൂർ. എന്നാൽ സാവിയത്തുൽ കുഫ്രിയ എന്ന് പറഞ്ഞ് ജനങ്ങളെ ഈമാന് മൊത്തവും കുഫ്രിയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചേക്കുട്ടി പാപ്പയാകുന്ന കുരുവട്ടൂർ ശൈത്താൻ. രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. രണ്ടിൽ നിന്നും മുസ്ലിമീങ്ങൾ മാറി നിൽക്കേണ്ടതാണ്.
ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയത്തെ മൊത്തം വളച്ച് അതിനെ എങ്ങനെയൊക്കെ വികൃതമാക്കാമെന്ന് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഗവേഷണങ്ങളാണ് ആ കുരുവട്ടൂർ സാഫിയ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഇസ്ലാമിനെ തകർക്കാനുള്ള ഫാക്ടറിയായി പ്രവർത്തിക്കുന്നു; മറ്റേത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റുള്ള ഏതെല്ലാം നിലക്കുള്ള മാഫിയകളുണ്ടോ അതിൻ്റെയൊക്കെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണോ ഈ സാഫിയത്തുൽ കുഫ്രിയ എന്ന് പറയുന്ന കുരുവട്ടൂരിലെ ആസ്ഥാനം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ഇവന്മാരുടെ തൊള്ള പുറക്കുമ്പോഴുള്ള വൈരുദ്ധ്യങ്ങളുടെ കലവറ കാണുമ്പോൾ ഇവന്മാർ ഏതോ ലഹരിക്ക് അടിമയാണ് എന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും സംശയിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ തെറ്റ് പറയാനാവില്ല. വഹാബിയായിരുന്ന മുജാഹിദ് ബാലുശ്ശേരി മുമ്പ് പറഞ്ഞതുപോലെ ഈ വിഭാഗത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സും കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും.